ഇനിയൊരു പിച്ചക്കാരൻ പോലും ഇവിടുന്ന് പഴകഞ്ഞു കുടിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവന്റെ എല്ലാ അനുഭവം ഇത് തന്നെയായിരിക്കും. അതെ തള്ളേ, ഞാനാ മൂർത്തിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ചതിച്ചും വഞ്ചിച്ചും ഇവർക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് തീർന്നില്ലേടി നിന്റെ പ്രതികാരം? ഇല്ല, സേതുവേട്ടന്റെ മക്കളുടെയും മരുമക്കളുടെയും ജീവിതം മുഴുവൻ തൊലച്ച് എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചു കുട്ടി ഈ കട വരാൻ നീ തകർത്തു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇനിയും നീ എന്തിനാ ഇവിടെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വർഷങ്ങളുണ്ടല്ല എന്റെയൊക്കെ പ്രതികാരം നിന്റെയൊക്കെ ജന്മം ഒടുങ്ങുമ്പോഴേ തീരൂ. ഈ ജന്മം ഒടുങ്ങുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നീയായിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അതാ ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കാണുകയും ചെയ്യും. ഈ ദൈവം എന്ന് പറയുന്നതേ നിങ്ങളുടെ മാത്രം കണക്കപ്പിള്ളൊന്നും അല്ലല്ലോ. ദൈവത്തിന്റെ കയ്യില് എല്ലാവരുടെയും കണക്കുണ്ട്. നിങ്ങളും ഇവളുമാരും ചേർന്ന് എന്റെ സ്വന്തം ചോര എനിക്കെതിരെ തിരിച്ചു. നന്മയുടെ പക്ഷത്തെ ആളുകൾ നിൽക്കൂ, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഛേ, നിർത്തടി. നീ ആരാന്നാ നിന്റെ വിചാരം? ഒരു വലിയ ഷെർലക് ഹോംസ് വന്നിരിക്കുന്നു. CID കളിച്ച് നീ എന്റെ വീട്ടിൽ വന്ന് നിരങ്ങിട്ട് നിനക്ക് എന്ത് നിധി കിട്ടിയടി? ഓ, അപ്പൊ വീട്ടിലെന്തോ നിധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? എന്റെ വീട്ടിലെ പലതും ഉണ്ടാവും, അതൊന്നും ആരും അന്വേഷിക്കണ്ട. ഇനി എന്റെ ശത്രുക്കൾക്ക് വേണ്ടി എനിക്കെതിരെ ചാരപ്പണി നടത്താൻ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ. അടുത്തതെന്താ? ആ ഗുണ്ടകളെ വിട്ടിട്ട് വീട് തല്ലി പൊളിക്കൂ. വലിയൊരു അധോലോക നായിക വന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ഒരേ ചോരയാ, ഒരേ അച്ഛന്റെ മക്കള്. പക്ഷേ എന്റെ അച്ഛന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഗുണ്ടയെ വിട്ടൊരു കൊച്ചു പഴങ്കഞ്ഞിക്കട തല്ലി പൊളിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുള്ള ഈ വീരസ്യം പറച്ചിലുണ്ടല്ലോ, അത് നിങ്ങളുടെ തോൽവിയാ. പേടിയാ നിങ്ങക്ക്. നിങ്ങൾ പൂട്ടിവെച്ച രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടി. കേസ് വിധിയായ സേതുങ്കളുടെ കയ്യിൽ നിന്നും ചതിയിലൂടെ വാങ്ങിയെടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു തരേണ്ടി വരുമെന്നുള്ള പേടി. ആ പേടി കൊണ്ടാ നിങ്ങൾ എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനിപ്പോ ഷെർലക് ഹോംസിന്റെ വേഷത്തിൽ തന്നെയാ. എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ആ കുട്ടിക്ക് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ വലിച്ചു പുറത്തെടുക്കുക തന്നെ ചെയ്യും. നെല്ലിശ്ശേരി വീട്ടില് ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. അർച്ചന എന്റെ ഒരു പഴയ ഫ്രണ്ടാ. എന്താ? എന്തു പറ്റി? എന്തിനാ അമ്മ കരയുന്നത്? മാഡം, ഇത് അർച്ചനയുടെ അമ്മയാ, ഞാൻ അനീതി. അർച്ചന എവിടെയാ? എന്താ ഉണ്ടായത്? എല്ലാവരും എന്തിനാ സങ്കടപ്പെടുന്നത്? അതൊക്കെ വലിയ കഥയാ മാഡം. വർഷങ്ങൾ ഒരുപാടായി എന്റെ മോളെ അവളുടെ കുഞ്ഞിനെ കാണാതായിട്ട്. കാണാതായെന്നോ? ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും
ഇപ്പോ ഈ അവന്തികയുടെ പേരില. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ കഷ്ടകാലം.